എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനായി മരിക്കുവാൻ ഈ ലോകത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നതാണ് യേശുക്രിസ്തു. എന്നാൽ യേശുക്രിസ്തു മരണം കൊണ്ട് അവസാനിച്ചൊരു വ്യക്തിയല്ല, മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന ദൈവമാണ്. ദൈവിക തേജസ് നഷ്ടമാക്കിയ മനുഷ്യരെ തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് നടത്തുവാൻ പാപം അറിയാത്ത ഒരുവൻ മരിക്കണമായിരുന്നു. ദൂതന്മാരെക്കാൾ വലിയവൻ അവരെക്കാൾ താണവനായി ഭൂമിയിൽ അവതരിച്ചു. യേശു മരണം ആസ്വദിച്ചെന്നാണ് പറഞ്ഞത്. ആയതിനാൽ ഇത് ദൈവത്തിൻ്റെ മുൻനിർണയമായിരുന്നു എന്ന് വ്യക്തമാണ്. ഒരു നായകൻ മുന്നിൽ നിന്ന് നയിക്കുന്നത് പോലെ, തൻ്റെ പിന്നാലെ വരുന്നവർക്ക് വഴിയൊരുക്കുന്നത് പോലെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തുവാൻ രക്ഷാനായകനായി